ക്രിസ്തുയേശുവിലൂടെയുള്ള സുവിശേഷമാണ് ഇന്നിന്റെ മക്കളാക്കി തീർക്കുവാനായിട്ട് ഇടവന്നത്. ലോകത്തിന്റെ പരപ്പിൽ മാനവരേശുവിനെ രക്ഷയ്ക്ക് പൗരികാരയാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിസ്തുല്യമായ സുവിശേഷത്തിന്റെ പാട്ടുകൾ അല്പസമയം നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചാലും അനുഗ്രഹീയനായ കർത്താവിന്റെ വിലയേറിയ ദാസൻ കർത്താവിദാസൻ കെ റോഹു അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യും. ഈ പ്രദേശവാസികളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ദൈവത്തിന്റെ വചനം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആ വാക്കുകൾ ഞങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ലജ്ജിതരാകാതെ ഞങ്ങൾക്ക് ജീവൻ തന്ന ഞങ്ങളെ രക്ഷിച്ച ആത്മനാഥന്റെ ആ രക്ഷയുടെ സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കർത്താവ് ഈ പകലിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ലോകത്തിൽ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ പര്യാപ്തമായത് വേറൊന്നുമില്ല. രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ പ്രകാരം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ കർത്താവായ ദൈവത്തെ അറിയണമെന്നും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകളുടെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണമെന്നും നമ്മെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്രകാരം കർത്താവിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ കാണിക്കുന്ന രക്ഷയെ മാനവകുലം മുഴുവനും ഏറ്റെടുക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്നത്രേ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവരും അവൻ സ്വീകരിക്കേണ്ടതായ ഒരു വിഷയമാണ് സ്വർഗീയ രക്ഷ, ദൈവം വിഭാവനം ചെയ്ത രക്ഷ എന്നുള്ളത്. അത് പ്രാപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നത്. ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ നാം അസ്തമിച്ച് പോകുമ്പോൾ ഇതിനപ്പുറത്ത് ഒരു നിത്യരാജ്യമുണ്ട് എന്നും അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ആ നിത്യരാജ്യത്തെ കുറിച്ചുള്ളതായ സന്ദേശം വിഭാവനം ചെയ്യുന്നതെന്നും ഈ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ കർത്താവ് വിഭാവനം ചെയ്തിരിക്കുന്ന രക്ഷയെ താൻ ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ സന്തോഷത്തോടെ പാർക്കുവാൻ തക്കവണ്ണം ആ രക്ഷയെ സ്വീകരിക്കുവാനാണ് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഈ പകലിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഓർപ്പിക്കുന്നു, അഥവാ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി പോകും. കാരണം ഒരു മനുഷ്യനെ ദൈവം ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്തിനു വേണ്ടിയാണ് മനുഷ്യ നീ ജനിച്ചതെന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു. ആമേൻ. ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ഭൂമിയിലേക്ക് നാം ജനിച്ചു വന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, പിന്നെയോ സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്, ദൈവത്തിന്റെ താല്പര്യപ്രകാരമാണ്. അതുകൊണ്ട് ആ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ നാം എത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് നാം സ്വീകരിച്ചില്ല എങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതിന് തുല്യമാണെന്നുള്ള സത്യം നാം മറക്കരുത്.
എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഓർപ്പിക്കട്ടെ, സഭാവ്യത്യാസമെന്നെ എല്ലാവരോടും ഒരുപോലെ പറയാനുള്ള കാര്യം, നാം രക്ഷാനന്ദയം പ്രാപിച്ച കർത്താവിനെ സ്വീകരിക്കാത്ത പക്ഷം ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് നിമിത്തമായി രക്ഷിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് നിമിത്തമായി നമുക്ക് ലഭിക്കേണ്ടതായ സ്വർഗത്തിന്റെ സന്തോഷം നമുക്ക് ലഭിക്കുകയില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഈ ലോകത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ഇതിനപ്പുറത്ത് നമുക്കൊരു വാസമുണ്ട്. അവിടെ വസിക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങിക്കൊള്ളണം. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ അന്ത്യമെന്ന് നാം അറിയുന്നില്ല. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം, ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. യാത്രാമധ്യേ പലരും കുഴഞ്ഞു വീണ് മരിച്ചു പോകാറുണ്ട്. യാതൊരു പ്രതീക്ഷയുമില്ലാതിരിക്കുന്ന ചെറുപ്പക്കാർ പൊടുന്നനവേ അസ്തമിച്ചു പോകാറുണ്ട്. പല അനുഭവങ്ങളും പല ഉദാഹരണങ്ങളും ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ഇതൊന്നും ആരെയും ഭീതിപ്പെടുത്തുവാനോ ഭയപ്പെടുത്തുവാനോ അല്ല, പിന്നെയോ ചില സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതു സമയത്താണ് നമ്മുടെ മരണമെന്ന് നാം അറിയാതിരിക്കുന്നത് കൊണ്ട് മരണത്തെ കുറിച്ച് നാം ബോധ്യമുള്ളവരായി ഏത് സമയത്തത് സംഭവിച്ചാലും എനിക്ക് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പ്രവേശനമുണ്ടെന്നും ആ നിത്യരാജ്യത്തിൽ എനിക്ക് ഒരു സീറ്റുണ്ടെന്നും ഒരു ഭവനമുണ്ടെന്നും നാം ഉറപ്പിച്ചു വേണം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ. ആകയാൽ എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെല്ലാവരും അറിഞ്ഞിരിക്കട്ടെ ഈ നഗ്നമായ സത്യം. കർത്താവ് പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. പ്രിയപ്പെട്ടവരെ, ഒരു വാക്കുകൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവസരങ്ങൾ നമ്മെ നോക്കി നിൽക്കുകയില്ല. കർത്താവ് പറയുന്നു, ഇതത്രേ സുപ്രസാദകാലം, ഇതത്രേ രക്ഷാ ദിവസം. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേ. സുവിശേഷം എന്നതോ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആകയാൽ രക്ഷയില്ലാതെ ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഒരുപക്ഷെ ആ പ്രാസങ്ങളുടെ മികവോ വാക്ചാതുര്യമോ ഒന്നും ഞങ്ങളുടെ പ്രസംഗത്തിൽ കടന്നുവരികയില്ല. എന്നാൽ ഒറ്റ കാര്യം മാത്രം ഞങ്ങൾ പ്രബോധിപ്പിച്ച് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് വേഗം വരും. ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു കേവലം ഒരു ഭാവനയല്ല, കേവലം ഒരു ചിന്തയല്ല. യേശു ഒരു സത്യമാണ്. യേശു ഒരു സത്യമാണ്. യേശു ഒരു സത്യമാണ്. ഞങ്ങൾ വിളിച്ചു പറയുന്നു, കാലത്തിന്റെ തികവിൽ വേഗം വരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് വേർപാടോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് നിങ്ങളെ എന്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും ഈ വലിയ സന്തോഷത്തിലേക്ക് ആത്മാർത്ഥമായി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ തൽക്കാലം ഉപസംഹരിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകയാൽ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന ദൈവികമായ രക്ഷയുടെ സന്ദേശവുമായി പിതാവേ, ദാസന്മാരായ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരികയും ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം അറിയിക്കുവാൻ വന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നു, വചനമയച്ചാൽ അതിന് വേല ചെയ്യാതെ മടങ്ങി വരികയില്ല എന്ന്. വിശ്വാസത്തോടുകൂടി നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേലെറിയുക എന്നെഴുതപ്പെട്ട വചനപ്രകാരം ഇന്ന് പകലിന്റെ ഈ മധ്യാഹ്ന സമയത്തോട് ചേർന്ന ഈ നിമിഷം നാദാ ഞങ്ങൾ ദേശത്ത് വിളിച്ചു പറഞ്ഞ വചനം പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ അതിന് ചെയ്തുകൊണ്ട് ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ
പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും നാഥാ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനം ഇങ്ങനെ പറയുമല്ലോ, നീ കാലുകുന്ന ദേശം ഞാൻ അനുഗ്രഹിക്കും, നീ കാലുകുന്ന ഭവനം ഞാൻ അനുഗ്രഹിക്കും. പിതാവേ, അങ്ങനെ അഭിഷിക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പ്രദേശത്ത് കൊണ്ട് കാലാക്കിയിരിക്കുകയാണ്. ഈ ദേശത്തിന്റെ ശാപത്തിന് വേണ്ടിയാണ് നീ ഞങ്ങളെ അയച്ചത്. ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ശബ്ദം പരിധി ഞങ്ങളെ ശ്രമിക്കുന്ന സകലരെയും ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ യഹൂദനെന്നോ യവനെന്നോ ബർബനെന്നോ ദേവീവില്ലാത്തവനായ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മകുമതും അംഗീകരിക്കുന്നു. അടികളും മടങ്ങാൻ ആഗ്രഹിക്കുന്നു. കൃപയെ സൂക്ഷിക്കണം, മകുമതും പങ്കെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.